കുട്ടികളെ നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് ദി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നമ്മൾ ഈ യൂണിറ്റിൽ പൊതുവെ കാണുന്നതെല്ലാം ഒരേപോലത്തെ ഒരു പഠന രീതിയാണ്. നമ്മൾ ആദ്യം ഗ്രൂപ്പ് എലിമെന്റ്സിനെ കുറിച്ച് പറയും, അവയുടെ ജനറൽ നേച്ചർ പറയും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അയനൈസേഷൻ, എൻതാൽപ്പി തുടങ്ങിയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ് കഴിഞ്ഞിട്ട് അവയുടെ പൊതു സ്വഭാവങ്ങൾ, ഓക്സൈഡ്സ്, കാർബണേറ്റ്, സോൾട്ട്സ് തുടങ്ങിയുള്ള കോമ്പൗണ്ട്സിന്റെ പൊതു സ്വഭാവങ്ങൾ പറയും. അതിനുശേഷം നമ്മൾ അനോമലസ് പ്രോപ്പർട്ടി പറഞ്ഞ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താണുള്ളത് അത് പറഞ്ഞതിന് ശേഷം ഇൻഡിവിജ്വൽ കോമ്പൗണ്ട്സിനെ കുറിച്ചും അവയുടെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടി, യൂസസ് തുടങ്ങിയവയെ കുറിച്ചും പറയും. ഇതാണ് നമ്മുടെ ഒരു പൊതു സ്വഭാവം. ഇനി അടുത്ത യൂണിറ്റിൽ നമ്മൾ ഈ സ്വഭാവം തന്നെയായിരിക്കും പിന്തുടരുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കോമ്പൗണ്ട്സിന്റെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു സെക്കൻഡ് ഗ്രൂപ്പ് മൂലകങ്ങളാണ്. സെക്കൻഡ് ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. +2 ചാർജാണ് അതിനുണ്ടാവുക എന്നറിയാം. അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ ആണ്. 2+ഉം പിന്നെ 1+ നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ 2+ ആണ് അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്നായിട്ട് നമ്മൾ പറയുന്നത്. ഡൈ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ് പറയുക. ഇതാണ് അതിലെ പ്രോമിനന്റ് വാലൻസ് ഓഫ് ഗ്രൂപ്പ് 2 എലിമെന്റ്സ് എന്ന് പറയുന്നത്. Alkaline earth metals form compounds which are predominantly ionic but less ionic than alkali metals. Alkaline earth metals ionic compounds ആണ് തരിക, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തരുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് ഇവയുടെ സൈസ്, ഇവിടെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ മാത്രം നമ്മുടെ മനസ്സിലുണ്ടായ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് പറയാം, സൈസ് പറയാം, പോളറൈസബിലിറ്റി പറയാം, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിൽ പറയാവുന്നതാണ്. Oxides and other compounds of beryllium and magnesium are more covalent than those formed by the heavier or large sized members. അതിൽ തുടക്കത്തിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബെറിലിയം എന്ന് പറയുന്നത് ബാക്കിയുള്ള എലിമെന്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു സ്വഭാവം കാണിക്കുന്നതാണ്. ഓക്കെ, അനോമലസ് പ്രോപ്പർട്ടി നമ്മൾ പ്രത്യേകിച്ച് പറയും. ഈ മൂലകങ്ങൾ തരുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നതും ബാക്കിയുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് സ്വഭാവത്തിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റമുണ്ട്. അതാണ് നമ്മളിവിടെ അത് ദേ ആർ മോർ കോവാലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെഗ്നീഷ്യത്തിന്റെ കേസ് പറയുമ്പോൾ ലിഥിയവുമായി ഡയഗണൽ റിലേഷൻ ഉണ്ടാവുകൊണ്ട് ലിഥിയത്തിന്റെ കുറെ സ്വഭാവങ്ങൾ, ലിഥിയവും ഏതാണ്ട് കോവാലൻ കോമ്പൗണ്ട്സ് ആണല്ലോ തരുന്നത്. അപ്പോൾ ബെറിലിയത്തിന്റെ ഒപ്പം മെഗ്നീഷ്യവും കോവാലൻ നേച്ചർ കാണിക്കുന്ന കോമ്പൗണ്ട്സ് തരുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഓക്സൈഡ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. റൈറ്റ്, സാധാരണ ഇവ ഫോം ചെയ്യുന്ന MO, ഓക്സൈഡിന്റെ ഫോർമുല MO എന്നുള്ളതാണ്. കാൽസ്യം ഓക്സൈഡ് CaO, മെഗ്നീഷ്യം ഓക്സൈഡ് MgO. ഇതാണ് അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. സോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ദാറ്റ് ബേൺ ഇൻ എയർ ഓർ ഓക്സിജൻ. നമ്മൾ എയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓക്സിജൻ, നൈട്രോജൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദേ ബേൺ ഇൻ ഓക്സിജൻ ടു ഫോം മോണോക്സൈഡ്സ്. MO മനസ്സിലായില്ലേ? ദീസ് ആർ എസെൻഷ്യലി അയണിക് ഇൻ നേച്ചർ എക്സെപ്റ്റ് ബെറിലിയം. ബെറിലിയത്തിന് കോവാലൻ നേച്ചർ ആണുള്ളത്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ഓക്കെ, ബെറിലിയം വഴി എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ വളരെ ഹൈ ആണ്. ഇതിൽ ബാക്കിയുള്ള ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം മോണോക്സൈഡ്സ് ആണ് ഫോം ചെയ്യുക. സ്ട്രോങ്ഷ്യവും ബേരിയവും പെറോക്സൈഡ്സ് ഫോം ചെയ്യാനാണ് കൂടുതൽ സാധ്യത ഉള്ളത്. താഴോട്ട് വരുന്നത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ആൽക്കലി മെറ്റൽസ് കണ്ടു. ലിഥിയം മോണോക്സൈഡ് ആണ്, സോഡിയം പെറോക്സൈഡ് ആണ്, പൊട്ടാസ്യം മുതലുള്ള സൂപ്പർ ഓക്സൈഡ്സ്. ഇവിടെ സൂപ്പർ ഓക്സൈഡ്സ് വരുന്നില്ല. ഇവിടെ സ്ട്രോങ്ഷ്യവും ബേരിയം ഏറ്റവും താഴെയുള്ള ഗ്രൂപ്പിൽ എത്തുമ്പോൾ അത് പെറോക്സൈഡ്സിലാണ് വരുന്നത്. ഓക്കെ, ഫോം പെറോക്സൈഡ്സ്. അതാണ് MO2 എന്ന് എഴുതിയുള്ളത്. ഓക്കെ, എൻതാൽപ്പി ഫോർമേഷൻ വളരെ ഹൈ ആണ്. ദാറ്റ് ഇസ് വൈ ദേ ആർ സ്റ്റേബിൾ ടുവേർഡ്സ് ഹീറ്റ്. ചൂടിന് അത് ഹീറ്റ് ചെയ്തതിനെ പെട്ടെന്ന് ഡികമ്പോസ് ചെയ്യാതിരിക്കാനുള്ള കാരണം അവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വളരെ ഹൈ ആയതുകൊണ്ടാണ്. ഓക്കെ, ബെറിലിയം ഓക്സൈഡിന്റെ കേസിൽ ബെറിലിയം ഓക്സൈഡ് ഇറ്റ് ഈസ് മോർ കോവാലന്റ് ദാൻ അയോണിക്. ഇറ്റ് ഈസ് ആംഫോട്ടറിക് ഇൻ നേച്ചർ ആൾസോ. ആംഫോട്ടറിക് നേച്ചർ കൂടിയാണ്. ആക്ച്വലി ബേസിക്, ബാക്കിയുള്ളതെല്ലാം സാധാരണ ബേസിക് ആയിട്ടാണ് പറയുക. അതർ ഓക്സൈഡ്സ് ആർ ബേസിക്, ദേ ആർ അയോണിക് ആൾസോ. ബാക്കിയുള്ള ഓക്സൈഡ്സ് ഒക്കെ അയോണിക് ആണ്, ബേസിക്കും. ഇത് ബെറിലിയം ഓക്സൈഡിന്റെ കേസിൽ ഇത് മോർ കോവാലന്റുമാണ്, ആംഫോട്ടറിക്കുമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ബേസിക് നേച്ചർ കാണിക്കണമെങ്കിൽ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
എന്താണ് തരുന്നത്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ്സ് ആണ് തരിക. ഹൈഡ്രോക്സൈഡ്സിന്റെ ഫോർമുല MOH2. MOH, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഓർത്താൽ മതി, CaOH2. അപ്പൊ ഇത് MOH2. ഓക്കെ, MOH2. അപ്പോൾ ഇതാണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. രണ്ട് ഹൈഡ്രോക്സിൽ അയോൺസ് അത് ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഫോം ചെയ്യും MOH2. ഓക്കെ, ഇപ്പൊ ബെറീലിയം ഹൈഡ്രോക്സൈഡ്, അതേപോലെ പിന്നെ ബെറീലിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബെറീലിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക് എന്ന് പറയാൻ കാരണം? ബെറീലിയം ഹൈഡ്രോക്സൈഡ് ക്യാൻ റിയാക്ട് വിത്ത് ബേസസ് ആസ് വെൽ ആസ് ആസിഡ്സ്. ആസിഡ്സുമായിട്ടും ബേസസുമായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ആംഫോട്ടറിക് എന്ന് പറയുന്നത്. അപ്പോൾ ആംഫോട്ടറിക് നേച്ചർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഹൈഡ്രോക്സിൽ അയോണുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിന് ബെറിലേറ്റ് അയോൺ ഉണ്ടാവും, BeOH4 ടൈംസ്. ആ 2 OH കൂടി അതിൽ ചേരും. അപ്പൊ 2 OHന്റെ നെഗറ്റീവ് ചാർജ് അതിലുണ്ടാവും. അതാണ് 2- എന്ന് എഴുതിയത്. BeOH4 ടൈംസ് 2-. മനസ്സിലായി? ഇനി അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലോ, ആംഫോട്ടറിക് ആണെങ്കിൽ ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യാലോ. അപ്പൊ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ BeOH2 പ്ലസ് 2HCl പ്ലസ് H2O. മീഡിയം കാണിച്ചതാണ്. ഓക്കെ, അപ്പോ എന്ത് സംഭവിക്കും? BeOH4 ടൈംസ് Cl2. BeOH4 ടൈംസ് Cl2. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് എന്തുണ്ടായി, സോൾട്ടുകൾ ഫോം ചെയ്തു. ഇപ്പോൾ ബെറിലേറ്റ് അയോൺ ആണെങ്കിൽ നമുക്ക് BeOH4 ടൈംസ് 2- എന്ന് എഴുതിയില്ലേ, അതിന്റെ സോഡിയം സാൾട്ട് എഴുതി നോക്കുക. നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്തതെങ്കിൽ Na2BeOH4 ടൈംസ്, സോഡിയം ബെറിലേറ്റ്. മനസ്സിലായി? അപ്പൊ എന്ത് പറ്റി, അത് സോൾട്ട് ആണ്. അതേപോലെ തന്നെ BeOH4 ടൈംസ് Cl2, ഇതും സോൾട്ട് ആണ്. സോ ഇറ്റ് ക്യാൻ ഫോം സോൾട്ട് വിത്ത് ആസിഡ്സ് ആസ് വെൽ ആസ് ആൽക്കലീസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആംഫോട്ടറിക് ഇൻ നേച്ചർ. ഇത് ആംഫോട്ടറിക് ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിന്റെ സോളിബിലിറ്റി പറഞ്ഞു. സോളിബിലിറ്റി ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. താഴോട്ട് വരുന്തോറും ഇതിന്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്യും. ഡൗൺ ടു ദ ഗ്രൂപ്പ് ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഹൈഡ്രോക്സൈഡ്സിന്റെ മാത്രം പ്രോപ്പർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ, സെക്കൻഡ് ഗ്രൂപ്പ് ആർ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 2 ഹാവ് ലെസർ ടെൻഡൻസി ടു റിയാക്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് കുറഞ്ഞ ടെൻഡൻസിയേ ഉള്ളൂ. ഓൺ ഹീറ്റിംഗ് ദേ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോക്സൈഡ്സ് ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രോക്സൈഡായിട്ട് ഫോം ചെയ്യും, ഒപ്പം ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഹൈഡ്രോക്സൈഡ്സ് ബേസിക് ആണ്. ബെറിലിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആംഫോട്ടറിക്. അതിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളിബിലിറ്റി ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി. ആസ് വെൽ ആസ് ബേസിക് സ്ട്രെങ്ത്. Solubility, thermal stability and basic strength increases down to the group. താഴോട്ട് വരുന്തോറും അത് കൂടി വരുന്നു. But it is lesser than alkali metals. Alkali metals-ന്റെ അത്രയൊന്നും ഈ സംഭവങ്ങൾ ഇല്ലെങ്കിലും ഇത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സ് ഓർക്കുക: solubility, thermal stability and basic character increases with increasing atomic number. വേറെ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ കൂടി വരുന്നു എന്നാണ്. ഇതിന് കാരണം ഇവയുടെ ഡിക്രീസിങ് അയണൈസേഷൻ എനർജീസ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിക്രീസിങ് അയണൈസേഷൻ എനർജീസ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ ഓക്സൈഡ്സിനും ഹൈഡ്രൈഡ്സിനും ഓർത്തു വെക്കാം. കേട്ടല്ലോ. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഹാലൈഡ്സ് ആണ്. എക്സെപ്റ്റ് ഫോർ ബെറിലിയം ഹാലൈഡ്സ്, all other halides of alkaline earth metals are ionic in nature. ശ്രദ്ധിക്കുക, ബെറിലിയത്തിന്റെ ഒരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടി ആണത്, അനോമലസ് പ്രോപ്പർട്ടി ആണ്. ബെറിലിയത്തിന്റെ കോമ്പൗണ്ട്സ് സാധാരണ കോവാലന്റ് ആണ്. ദേ ആർ കോവാലന്റ് ആൻഡ് സോളബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ്. കോവാലന്റ് ആയതുകൊണ്ടാണ് ഓർഗാനിക് സോൾവൻസ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, അയോണിക് ആണെങ്കിൽ നമ്മൾ വാട്ടർ സോളബിൾ എന്ന് പറയാം, കുഴപ്പമില്ല. ബെറിലിയത്തിന്റെ ക്ലോറൈഡ് BeCl2 എന്ന് എഴുതാം. പക്ഷെ അത് that having a chain structure in the solid state. സോളിഡ് സ്റ്റേറ്റിൽ അതിനൊരു ചെയിൻ സ്ട്രക്ചർ ആണ്. സോളിഡ് സ്റ്റേറ്റിൽ അതിന് ഒരു ചെയിൻ പോളിമർ സ്ട്രക്ചർ ആണ്. പക്ഷേ BeCl2 ആണെന്ന് എഴുതുക, മോണോമറായിട്ട് BeCl2 ആണ് എഴുതുക. പക്ഷേ ഈ ചെയിൻ സ്ട്രക്ചർ ഒരു 1200 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് അത് ഈ മോണോമറിക് സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഓക്കെ, 1200 കെൽവിൻ. പോളിമർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ലോങ് ചെയിൻ സ്ട്രക്ചറിൽ അതിന് ക്ലോറോ ബ്രിഡ്ജഡ് സ്ട്രക്ചർ ആയിട്ടാണ് വരിക. ഇറ്റ് ഈസ് ക്ലോറോ ബ്രിഡ്ജഡ് ഡയമണ്ട്. ഈച്ച് ബെറിലിയം ഈസ് സറൗണ്ടഡ് ബൈ 4 chlorine atoms and 2 of the chlorine is covalently bonded and 2 of them are coordinated. BeCl2 എന്ന് എഴുതുമെങ്കിലും കൂടി സ്ട്രക്ചർ ആയിട്ട് എഴുതുമ്പോൾ ലോങ് സ്ട്രക്ചറിൽ ഇങ്ങനെയാണ് എഴുതുക. അതിലൊരു ക്ലോറിൻ ബ്രിഡ്ജ് ആയിരിക്കും നമുക്ക് കാണാം. 2 ബെറിലിയത്തിന്റെ ഇടയ്ക്ക് 2 ക്ലോറിൻ ബ്രിഡ്ജസ് കാണും. ഓക്കെ, ഈ ഓരോ ബെറിലിയത്തിന്റെ ചുറ്റും 4 chlorine ആറ്റവും
ആ 4 ക്ലോറിൻ ആറ്റത്തിൽ 2 കോവാലന്റലി ബോണ്ടഡും 2 കോർഡിനേറ്റ് ബോണ്ടഡും. ഇതാണ് ആ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ ഹൈഡ്രേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ദി ഹാലൈഡ്സ് ഹൈഡ്രേറ്റ്സ് ഗ്രാജുവലി ഡിക്രീസസ്. ടെൻഡൻസി ടു ഫോം ദീസ് ഹാലൈഡ് ഹൈഡ്രേറ്റ്സ് ആർ ഗ്രാജുവലി ഡിക്രീസസ്. അത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസിൽ നിന്ന് കാണാം. മഗ്നീഷ്യം ക്ലോറൈഡ് 8H2O, കാൽസ്യം ക്ലോറൈഡ് 6H2O. അതങ്ങനെ കമ്മിങ് ഡൗൺ ബേരിയം ക്ലോറൈഡ് 2H2O. സോ ദ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഡിക്രീസസ്, ടെൻഡൻസി ടു ഫോം ഹൈഡ്രേറ്റ് ഡിക്രീസസ്. ഓക്കെ, ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷേ ബെറീലിയത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ഹൈഡ്രേറ്റ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിന് സാധ്യത. ദേ അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാനുള്ളത് ഫ്ലൂറൈഡ്സിന്റെ കേസിലാണ്. ദ ഫ്ലൂറൈഡ്സ് ആർ റിലേറ്റീവ്ലി ലെസ് soluble. Fluorides are relatively less soluble than chlorides. ക്ലോറൈഡ്സിനേക്കാളും സോളിബിലിറ്റി കുറവാണ്. അതിന് കാരണം അവയുടെ ഹൈ ലാറ്റിസ് എനർജിയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ലാറ്റിസ് എനർജി. റൈറ്റ്? Fluorides having high lattice energy than chloride, so they are relatively less soluble. Then another compound is carbonate. Carbonate is a salt of oxo acid. Oxo acid ന്റെ ഒരു salt ആണ് carbonate. Oxo acids എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. Which is insoluble in water. Carbonates are insoluble in water. അത് വളരെ ക്ലിയർ ആണ്. കാരണം നമുക്കറിയാലോ കാൽസ്യം കാർബണേറ്റ് ഇൻസോളബിൾ ആണെന്ന്. എങ്ങനെ അറിയാം? ഉദാഹരണത്തിന് വീട്ടിൽ മാർബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ. സോളബിൾ ആയിരുന്നെങ്കിൽ നമ്മൾ നിലത്ത് തറയിലൊന്നും മാർബിൾ ഇടില്ലല്ലോ, അല്ലേ? സോ ഇറ്റ് ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ. സോഡിയം ക്ലോറൈഡ് പോലത്തെ സോൾട്ടുകളാണെങ്കിൽ അത് സോളബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാത്തത്. കാൽസ്യം കാർബണേറ്റ് ഈസ് ഇൻസോളബിൾ. ചോക്ക് കാൽസ്യം കാർബണേറ്റ് അല്ലേ, വെള്ളത്തിലേക്കില്ലല്ലോ. You know that one. So it is a well-known factor that these are insoluble in water. How we can prepare that? എങ്ങനെ അത് ഉണ്ടാക്കാം? That can be prepared by the addition of sodium carbonate or ammonium carbonate into the salt of this calcium or magnesium or second group elements. Second group elements ന്റെ ഏതെങ്കിലും ഒരു സാൾട്ട് സോഡിയം കാർബണേറ്റോ അമോണിയം കാർബണേറ്റോ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാൽസ്യം കാർബണേറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് പോലത്തെ ഉണ്ടാകും. അത് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ? ക്ലാർക്ക് മെത്തേഡിൽ നമ്മൾ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി കാൽസ്യം ക്ലോറൈഡും സോഡിയം കാർബണേറ്റും വാഷിംഗ് സോഡ ചേർത്ത് കണ്ടു. സോ ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഓഫ് കാർബണേറ്റ്സ്. Solubility of carbonate in water decreases as the size atomic number increases. താഴോട്ട് വരുന്തോറും ആ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും കാർബണേറ്റിന്റെ സോളിബിലിറ്റി കുറയാണ് ചെയ്യുക. It's more insoluble. These are all quite insoluble, but the solubility still decreases. All carbonates decompose on heating. These decompose on heating. ചൂടാക്കുമ്പോൾ അത് ഡിക്കമ്പോസ് ചെയ്യും. ഉദാഹരണത്തിന് കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. They can decompose on heating. Beryllium carbonate is unstable and kept only in an atmosphere of carbon dioxide. Beryllium carbonate ന്റെ അപ്പോൾ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്നതോറും കൂടുകയാണ് ചെയ്യുക കേട്ടോ. Okay, thermal stability increases with increasing cationic size. That means coming down to the group, it increases. Beryllium carbonate is unstable. It is kept in an atmosphere of carbon dioxide. Otherwise, it immediately decomposes to beryllium oxide and carbon dioxide. So beryllium carbonate is exceptional. All beryllium compounds having some exceptional nature. അത് ബെറിലിയത്തിന്റെ exceptional nature നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യും. Another also salt of oxo acid is sulfate. വേറൊരു ഓക്സോ ആസിഡ് സോൾട്ട് ആണ് സൾഫേറ്റ്. റൈറ്റ്? Sulfates of the alkaline earth metals are white solids and stable to heat. White solids ആണ്, ഹീറ്റിന് സ്റ്റേബിളുമാണ്. കാൽസ്യം സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ് ഇതൊക്കെ നമുക്ക് പരിചയമുള്ള. കാൽസ്യം സൾഫേറ്റ് ഒക്കെ പരിചയമുള്ളതാണ്. ജിപ്സം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ബെറീലിയം ആൻഡ് മാഗ്നീഷ്യം സൾഫേറ്റ്സ് ആർ soluble in water. ബെറീലിയം മാഗ്നീഷ്യം സൾഫേറ്റ്സ് വാട്ടർ soluble ആണ്. But the solubility decreases down to the group. Calcium sulfate is insoluble. Barium sulfate is insoluble. Solubility decreases down to the group. മനസ്സിലായില്ലേ? Solubility decreases down to the group. കാർബണേറ്റ്സിന്റെ കേസിലോ അതെ, solubility decreases down to the group. രണ്ടും ഓർക്കുക. പിന്നെ the greater hydration enthalpies of beryllium and magnesium overcome the lattice enthalpy factor. Hence, their sulfates are soluble in water. Solubilityയുടെ കേസ് പറയുമ്പോൾ ബെറീലിയം മാഗ്നീഷ്യവും സോളുബിൾ ആണ്, ബാക്കിയുള്ളത് ഇൻസോളുബിൾ ആണ്. എന്തുകൊണ്ട് ബെറീലിയം മാഗ്നീഷ്യം സൾഫേറ്റ്സ് സോളുബിൾ ആയി എന്ന് ചോദിച്ചാൽ സോളുബിലിറ്റി ഫാക്ടറിൽ സോളുബിലിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയട്ടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ലാറ്റിസ് എൻതാൽപ്പി ആണ് പ്രധാനമായിട്ട് എടുക്കുക. ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി ഫാക്ടർ ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഫാക്ടറിനേക്കാളും കുറവാണ്. ദ ഗ്രേറ്റർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഫാക്ടർ ദാൻ ലാറ്റിസ് എൻതാൽപ്പി ഫാക്ടർ.
ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് കൂടുതൽ. സോ ഇറ്റ് ക്യാൻ ഹൈഡ്രേറ്റ് വെൽ. അതുകൊണ്ടാണ് അവ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഹൈഡ്രോളിസിന് വിധേയമാവുകയും ചെയ്യും. സോ ദ ഗ്രേറ്റർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ദാൻ ലാറ്റിസ് എൻതാൽപ്പി, their sulfates are soluble. These are about sulfates. അപ്പോൾ ഇതിന്റെ ഒരു കാർബണേറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ കൂടി നമ്മൾ ഒന്ന് കോറിലേറ്റ് ചെയ്താൽ. Then nitrate, it is another salt of oxo acid. It is obtained by reacting the salt with nitric acid. Nitric acid മായിട്ട് dilute nitric acid മായിട്ട് ഇതിൽ ഏതെങ്കിലും സാൾട്ടുകൾ മിക്സ് ചെയ്താൽ മതി. Prepared. It is made by dissolution of the carbonate in dilute nitric acid. Carbonate nitric acid മായിട്ട് ചേർത്താൽ മതി. Magnesium nitrate crystallizes with the 6 molecules of water. Magnesium nitrate is 6 molecules. MgNO3 twice 6H2. MgNO3 twice 6H2. Whereas barium nitrate only anhydrous. BaNO3 twice only. Barium അങ്ങനെ ഇല്ല. BaNO3 anhydrous salt ആയിട്ട്. പക്ഷെ magnesium nitrate 6H2. മനസ്സിലായില്ലേ? പിന്നെ ഇത് വീണ്ടും ഡിക്രീസിങ് ടെൻഡൻസി കാണിക്കും താഴോട്ട്. ഹൈഡ്രേറ്റ്സിന് താഴോട്ട് വരുന്നതോറും ഡിക്രീസിങ് ടെൻഡൻസി ആൻഡ് ഡിക്രീസിങ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. താഴോട്ട് വരുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുകയാണ്. അത് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലും കുറയുന്ന കണ്ടില്ലേ? അതേപോലെ ഓൾ ഓഫ് ദം ഓൺ ഹീറ്റിംഗ് യു ഓക്സൈഡ് ആൻഡ് കറസ്പോണ്ടിങ് NO2 ആൻഡ് O2. ഇതെല്ലാം ചൂടാക്കിയാൽ, ഈ നൈട്രേറ്റ്സ് എല്ലാം ചൂടാക്കിയാൽ, ലിഥിയം നൈട്രേറ്റ് ചൂടാക്കിയാൽ കിട്ടുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിഥിയം നൈട്രേറ്റ് LiNO3, Li2O plus NO2 plus O2. സെയിം റിയാക്ഷൻ ആണ് ഇവിടെയും നടക്കുക. ഹീറ്റ് ഓൺ ഹീറ്റിംഗ് ദീസ് നൈട്രേറ്റ്സ് use metal oxide MO, nitrogen dioxide NO2 and oxygen O2. ഇതാണ് നൈട്രേറ്റ്സിനെ കുറിച്ച് പറയാൻ. നെക്സ്റ്റ് വൺ ഈസ് അനോമലസ് ബിഹേവിയർ ഓഫ് ബെർലിയം. ബെർലിയത്തിന്റെ അനോമലസ് ബിഹേവിയർ. ബെർലിയം ഫസ്റ്റ് മെമ്പർ ആണ്, ആ ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആണ്. The properties of beryllium differs from the rest of the elements in the group. ബെർലിയം ബാക്കിയുള്ള മൂലകങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ബെറിലിയം വ്യത്യാസപ്പെട്ടുള്ളത്, എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബെറിലിയം എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറുതാണ്. ദിസ് ഈസ് ദ സ്മോളസ്റ്റ്. ഇറ്റ്സ് ആറ്റമിക് ആസ് വെൽ ആസ് അയണിക് സൈസസ് ആർ സ്മോൾ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. റിലേറ്റീവ്ലി ഹൈ അയണൈസേഷൻ എനർജിയാണുള്ളത്. ഇതിൽ ബാക്കിയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡി ഷെല്ലില്ല, ഡി ഓർബിറ്റൽ ഇല്ല. ആ ഷെല്ലിൽ ഡി ഓർബിറ്റൽ ഇല്ല. ഇത് കൂടുതൽ റെലവെന്റ് ആവുന്നത് പി ബ്ലോക്കിലാണ്, ഈ ബ്ലോക്കിൽ, എസ് ബ്ലോക്കിലല്ല. എന്നാലും അതില്ല എന്ന്, കാരണം അത് സെക്കൻഡ് പീരിയഡ് എലിമെന്റ് ആണ് ബെറിലിയം എന്ന് പറയുന്നത്. തേർഡ് പീരിയഡ് മുതലാണ് നമുക്ക് ഡി ഓർബിറ്റൽസ് വരുന്നത്. ഡി ഓർബിറ്റൽസിന് ചില പ്രത്യേകതകൾ ഈ റിയാക്ഷൻസിലൊക്കെ കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെറിലിയം കൂടുതൽ കൊവാലൻ നേച്ചർ കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് തരിക. ബെറിലിയം നന്നായിട്ട് ഹൈഡ്രലൈസ് ചെയ്യും. ബെറിലിയത്തിന്റെ കോമ്പൗണ്ട്സ് നന്നായിട്ട് ഹൈഡ്രലൈസ് ചെയ്യും. ബെറിലിയം ഡസ് നോട്ട് എക്സിബിറ്റ് കോർഡിനേഷൻ നമ്പർ മോർ ദാൻ 4. കോർഡിനേഷൻ നമ്പർ 4ൽ കൂടുതൽ കാണിക്കുന്നില്ല ബെറിലിയം. മാക്സിമം 4. അപ്പൊ നമ്മൾ BOH 4 times 2- എന്ന് പറഞ്ഞില്ലേ, അവിടെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് വെച്ചാൽ അത് എത്ര ബോണ്ടുകൾ ഫോം ചെയ്യുന്നു എന്നുള്ളത് കൂടി നമുക്ക് അതിന് ബന്ധപ്പെടുത്തി പറയാം. ഓക്കെ, അവിടെ 4 ബോണ്ടല്ലേ നമ്മൾ കണ്ടത്, BOH 4 times 2-. അപ്പോൾ മാക്സിമം 4 ആണ്, 6 ഒന്നും പോവില്ല. അതിന് കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദിസ് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ബെറിലിയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ their compounds are amphoteric in nature. അല്ലേ? അപ്പൊ പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ബെറിലിയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനുള്ളത്. Beryllium compounds are more covalent. Beryllium does not react with water even at high temperature. Beryllium oxide is amphoteric. നമ്മൾ അതിന്റെ എക്സാമ്പിൾ നേരത്തെ കണ്ടു. Beryllium does not react with hydrogen to form hydrides. Beryllium hydride തരുന്നില്ല. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് others can form hydride. Calcium hydride is there, magnesium hydride is there, but beryllium cannot form hydride with hydrogen. Beryllium carbide react with water to give methane. Beryllium carbide methane വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ബെറിലിയത്തിന്റെ ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ്. ബെറിലിയവും അലൂമിനിയവും തമ്മിൽ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഡയഗണലി ഓപ്പോസിറ്റ് ആയ മൂലകങ്ങൾ തമ്മിൽ ചില റിലേഷൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഡയഗണൽ റിലേഷൻഷിപ്പ്.
What is diagonal relationship? The relationship diagonally opposite present in the periodic table. Relationship between diagonally opposite elements present in the periodic table. Maximum അത് തേർഡ് പീരീഡ് വരെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സം ഗ്രൂപ്പ്സ്. ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ ലിമിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബെറീലിയം, അലൂമിനിയം. ഈ അലൂമിനിയം എന്ന് പറയുന്നത് ദിസ് ഈസ് പ്രസന്റ് ഇൻ ദ 13th ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഇത് മോഡേൺ പീരിയോഡിക് ടേബിളിലാണ്, ലോങ് ഫോം പീരിയോഡിക് ടേബിളിലല്ല നമ്മൾ ഈ ഡയഗണലി ഓപ്പോസിറ്റ് എന്നുള്ളത് എടുത്തുള്ളത് എന്നുള്ളത് ഓർക്കണം. ലോങ് ഫോമിൽ മോഡേൺ പീരിയോഡിക് ടേബിളാണ്, ലോങ് ഫോമിലല്ല. മോഡേൺ പീരിയോഡിക് ടേബിൾ ആകുമ്പോൾ ഇടയ്ക്കുള്ള ഡി ബ്ലോക്ക് നമ്മൾ തൽക്കാലം ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. സോ ബോത്ത് ബെറീലിയം ആൻഡ് അലൂമിനിയം ഹാവിംഗ് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി and they both of them form covalent compounds, and both of them are resistant to the action of acids. Acids in the reaction resistant ആണ്. Their hydroxides are amphoteric. They can react both with the acids and bases, acids as well as bases. Chlorides of both beryllium and aluminum have bridged structures in the vapor phase. നേരത്തെ നമ്മൾ ബെറിലിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ കണ്ടു, ഹാവിംഗ് ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ. ക്ലോറോ ബ്രിഡ്ജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. Beryllium is surrounded by 4 chlorine atoms. Out of that, 2 chlorine atoms are covalently bonded to beryllium, whereas 2 others are coordinated bonded. Similarly, aluminum chloride also having the same structure with the chloro-bridged structure. Carbides of beryllium and aluminum undergo hydrolysis to give methane. Beryllium carbide methane തരുന്നത് പോലെ അലൂമിനിയം കാർബൈഡും മീഥൈൻ തരുന്നതാണ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 3-4 എന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കേട്ടല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 എക്സാമ്പിൾസും കൂടി പറയാം. ബെറീലിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ഇൻ എക്സസ് ഓഫ് ആൽക്കലി ടു ഫോം ബെറിലേറ്റ് അയോൺ. നേരത്തെ നമ്മൾ പറഞ്ഞു BOH 4 times 2-. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് അലൂമിനേറ്റ് അയോൺ. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അലൂമിനേറ്റ് അയോൺ തരും. AlOH 4 times മൈനസ് ഒരു ചാർജേ ഉള്ളൂ, മറ്റേ 2 മൈനസ് ചാർജ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിന്റെ റിലേഷൻ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ബോത്ത് ദ ക്ലോറൈഡ്സ് ആർ സോളബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ബിക്കോസ് ദേ ആർ മോർ കൊവാലന്റ് ഇൻ നേച്ചർ. കൂടുതൽ കൊവാലന്റ് ആണെന്ന് പറഞ്ഞു. ദേ ആർ സോളബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. അത് നമുക്ക് വേറൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, മാത്രമല്ല ദീസ് ആർ സ്ട്രോങ് ലൂയിസ് ആസിഡ്സ്. ദാറ്റ്സ് വൈ ദേ ആർ യൂസ്ഡ് ഇൻ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻസ്. ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻസിൽ ഈ അലൂമിനിയം ക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കുന്നതിന് കാരണം ഇത് ലൂയിസ് ആസിഡ്സ് ആയതുകൊണ്ടാണ്. ബോത്ത് ഓഫ് ദം ആർ ലൂയിസ് ആസിഡ്സ്. ഓക്കെ, പിന്നെ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള സ്ട്രോങ് ടെൻഡൻസി ഉണ്ട്. ദേ ക്യാൻ ഹാവ് സ്ട്രോങ് ടെൻഡൻസി ടു ഫോം കോംപ്ലക്സസ് ലൈക്ക് BeF4 2-, AlF6 3- തുടങ്ങിയുള്ള കോംപ്ലക്സസ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സം കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം. ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിന്റെ ചില ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്. കാൽസ്യത്തിന്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ കാണുന്നത് കാൽസ്യം ഓക്സൈഡ് ഉണ്ട്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, കാൽസ്യം സൾഫേറ്റ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഓക്കെ, moreover cement is also a compound of calcium. സിമെന്റും ഒരു കാൽസ്യത്തിന്റെ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് പറയാം. ആദ്യമായിട്ട് നമ്മൾ കാൽസ്യം ഓക്സൈഡ് ഈസ് അതർവൈസ് നോൺ ആസ് ക്യുക്ലൈൻ. ഓക്കെ, ക്യുക്ലൈൻ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, സോഡ എന്ന് വരുന്നിടത്തൊക്കെ സോഡിയം ആയിരിക്കും വരിക എന്ന് പറയാം. സോഡ ആഷ്, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അത് സോഡിയത്തിന്റെ കോമ്പൗണ്ട്സ് ആണ്. ലൈം വരുന്നിടത്തൊക്കെ നമ്മൾ ഓർക്കേണ്ടത് കാൽസ്യം ആയിരിക്കും. ക്യുക്ലൈൻ, സ്ലേക്കഡ് ലൈം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മിൽക്ക് ഓഫ് ലൈം, ഇതൊക്കെ നമ്മൾ കാൽസ്യത്തിന്റെ കോമ്പൗണ്ട്സ് ആയിട്ട് വിചാരിക്കും. അപ്പോൾ ഇത് കാൽസ്യം ഓക്സൈഡ്, അതർവൈസ് നോൺ ആസ് ക്യുക്ലൈൻ. ചിത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു വൈറ്റ് പൗഡർ ആണ് എന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ കൊമേഴ്സ്യൽ സ്കെയിൽ ബൈ ഹീറ്റിംഗ് ലൈം സ്റ്റോൺ in a rotary kiln at 1200 Kelvin. 1200 very high temperature, 1070 to 1270 Kelvin. Okay, അപ്പോൾ 1000 in the order of 1000 Kelvin. 1000 Kelvinന്റെ ഓർഡറിൽ ലൈംസ്റ്റോൺ കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, കക്കയൊക്കെ ചൂടാക്കിയാൽ മതി, അതൊക്കെ കാൽസ്യം കാർബണേറ്റാണ്. ഷെല്ലുകളൊക്കെ
അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഇറ്റ് decomposed to calcium oxide and carbon dioxide. But the benefit of this one is carbon dioxide is a gas that evolved out. Carbon dioxide gas ആയതുകൊണ്ട് അത് evolve ചെയ്ത് പോയിക്കോളും. Carbon dioxide is removed as soon as it is produced to enable the reaction to proceed to completion. അത് ഫോർവേഡ് ആയിട്ട് നടന്നോളും. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അത് മൂടി വെച്ചിട്ട് ചെയ്യരുതെന്ന് മാത്രം. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വൈറ്റ് അമോർഫസ് പൗഡർ ആണ്. നേരത്തെ നമ്മൾ അതിന്റെ ആ ഒരു ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി. വൈറ്റ് അമോർഫസ് പൗഡർ, വെള്ള പൊടിയാണ്. ഓക്കെ, വൈറ്റ് അമോർഫസ് സോളിഡ് ആയിട്ടാണ് കാണുന്നത്. റൈറ്റ്, കാൽസ്യം മോണോക്സൈഡ് ഈസ് എ വൈറ്റ് അമോർഫസ് സോളിഡ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. 2870 ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ്. 2870 ഇറ്റ് ഇസ് വെരി ഹൈ. നമുക്ക് ചൂളകളിലൊക്കെ അത് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദാറ്റ് മച്ച് ടെമ്പറേച്ചർ വിത്തൗട്ട് മെൽറ്റിംഗ്. പിന്നെ നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. മോയ്സ്ചറും കാർബൺ ഡൈ ഓക്സൈഡും അബ്സോർബ് ചെയ്തിട്ട് ഇത് തിരിച്ചു പോകാനുള്ള പ്രോസസ്സാണ്. അത് നമ്മൾ റിയാക്ഷൻ കാണും. ഓക്കെ, സോ ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത് പിന്നെ സോളിഡ്സ് ആയിട്ടാണ് കാണുക എന്ന് പറഞ്ഞു. ഇത് പിന്നെ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ബ്രേക്സ് ദ ലംസ് ഓഫ് ലൈം. ഇത് പൊടിയും, താനെ പൊടിയും. വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാൻ വെള്ളം തളിക്കാന്ന്, വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ആ പൊടിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്നാണ് പറയുക. സ്ലേക്കിംഗ് ഓഫ് ലൈം വിത്ത് ദ അഡീഷൻ ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ബ്രേക്സ് ദ ലംബ് ഓഫ് ലൈം. And that process is known as slaking of lime. Slaking of lime. അപ്പോൾ അത് മാർക്കറ്റ്. ഓക്കെ, ഇതിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O CaOH twice. CaOH twice. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്, സ്ലേക്കിംഗ് ഓഫ് ലൈം. അപ്പോൾ സ്ലേക്കഡ് ലൈം ആണ് എന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സ്ലേക്കിംഗ് ഓഫ് ലൈം ആണ് എന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കാൻ കാൽസ്യം ഓക്സൈഡിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ക്വിക്ക് ലൈമിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാറുണ്ട്, ഒന്നിച്ച് ഒഴിക്കേണ്ട, വളരെ കുറഞ്ഞ എമൗണ്ട് ഒഴിച്ചാൽ just spray over that. Slaking of lime. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു വെറുതെ വെച്ചാൽ തന്നെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാൽസ്യം കാർബണേറ്റ് CaO+ CO2 give CaCO3. റൈറ്റ്, ക്വിക്ക് ലൈമിൽ നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ H2O ചേർത്ത് ഒപ്പം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടി ചേർക്കുകയാണെങ്കിൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക, നമ്മൾ സോഡ ലൈം എന്നാണ് പറയുക. സോഡ ലൈം, ലൈം വാട്ടർ എന്നൊക്കെ പറയുന്ന സംഭവം അതാണ് ലൈം വാട്ടർ. അത് കാൽസ്യം ഓക്സൈഡ് NaOH H2O. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഓക്സൈഡിന്റെ ഇത് ബേസിക് ഓക്സൈഡ് ആണ്. ഇറ്റ് ഇസ് ബേസിക് ഓക്സൈഡ്. അസിഡിക് ഓക്സൈഡ്സുമായിട്ട് കമ്പയർ ചെയ്യും. ഇറ്റ് ക്യാൻ കമ്പൈൻ വിത്ത് അസിഡിക് ഓക്സൈഡ്സ്. കാൽസ്യം ഓക്സൈഡ് പ്ലസ് SiO2 സിലിക്കൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാൽസ്യം സിലിക്കേറ്റ് ഫോം ചെയ്യും, CaSiO3. ഇത് നിങ്ങൾ കാണും. ഇത് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ ചെറിയ ക്ലാസ്സിൽ കണ്ടതാണ്. ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ നമ്മൾ കാണുന്ന കാൽസ്യം സിലിക്കേറ്റ് ആയിട്ട് മാറും. കാൽസ്യം സിലിക്കേറ്റ് അല്ലേ, ഫ്ലെക്സ് സ്ലാഗ് എന്നൊക്കെ പറയുന്ന സംഭവം അതിൽ വരുന്ന. അതേപോലെ തന്നെ ഫോസ്ഫറസിന്റെ ഓക്സൈഡ്, ഫോസ്ഫറസ് ഓക്സൈഡ് അസിഡിക് ആണ്. അപ്പൊ കാൽസ്യം ഫോസ്ഫേറ്റ് ഫോം ചെയ്യും, കാൽസ്യം ഫോസ്ഫേറ്റ് Ca3PO4 twice. Ca3PO4 twice. മനസ്സിലായില്ലേ? അപ്പോ ഇതെല്ലാം ഇതിന്റെ റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. യൂസസ് എന്താണ്, ഉപയോഗങ്ങൾ? കാൽസ്യം ഓക്സൈഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. എന്നുവെച്ചാൽ നിർമ്മാണ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. സോഫ്റ്റനിങ് ഓഫ് ഹാർഡ് വാട്ടർ, ഹാർഡ് വാട്ടർ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കാം. പിന്നെ കാൽസ്യം കാർബൈഡിന്റെ പ്രിപ്പറേഷനിൽ വേണ്ടിയിട്ട് കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കാം, കാൽസ്യം കാർബൈഡ്. ഇത് നല്ലൊരു ഡ്രൈയിങ് ഏജന്റ് ആണ്. എന്താ ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ? ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും നമ്മളൊരു പാത്രത്തിൽ ക്ലോസ് ചെയ്ത് വെച്ചാൽ ആ പാത്രത്തിന്റെ അകത്തുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അപ്പൊ അവിടെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും. ഷുഗർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് സിമെന്റ് മാനുഫാക്ചർ. സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. കോസ്റ്റിക് സോഡ ഫ്രം കോസ്റ്റിക് സോഡയിൽ നിന്ന് സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, പിന്നെ ചില ഡൈ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ തുടങ്ങിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ മനസ്സിൽ വെച്ചാണ്.
അപ്പോൾ ഒരു കോമ്പൗണ്ട് നമ്മൾ കണ്ടു, അത് ക്യുക്ലൈം ആയിരുന്നു, കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് H2O ചേർന്ന് കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ, it can give calcium hydroxide. It is known as slate cut lime. Calcium hydroxide, slate cut lime. And that process is known as slaking of lime. Slaking of lime. Okay. അപ്പോൾ അടുത്തത് നമ്മൾ slate cut lime-ലേക്ക് പോകുന്നു. അതിന്റെ പ്രിപ്പറേഷൻ ഓൾറെഡി വി ഹാവ് സീൻ. പ്രിപ്പറേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ. ഇനി അതിന്റെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇറ്റ് ഈസ് എൻ അമോർഫസ് പൗഡർ, ഇറ്റ് ഈസ് വൈറ്റ് ഇൻ നേച്ചർ. ഇത് വെള്ളത്തിൽ സോളബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ അത്ര കണ്ട് സോളബിൾ അല്ല. ഓക്കെ. അതുകൊണ്ടാണല്ലോ കാൽസ്യം ഓക്സൈഡും വാട്ടറും കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്പെയറിംഗ്ലി സോളബിൾ ഇൻ വാട്ടർ. അത്ര കണ്ട് സോളബിൾ അല്ല. നിങ്ങൾ ഈ മുറുക്കുന്ന ആൾക്കാർ ഇപ്പൊ അതുണ്ടോ നമുക്ക് പറയാൻ വയ്യ. ഈ വെറ്റിലയിൽ 100 ചേർക്കുന്നു എന്ന് പറയില്ലേ, ആ സാധനമാണത് 100. അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. അതിങ്ങനെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഒരു പാല് പോലെ നിൽക്കുന്നതായിരുന്നു. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ മിൽക്ക് ഓഫ് ലൈം ആയിട്ട് പറയുന്നത്. കുറച്ച് ബേസിക് ആവണമെന്ന് മാത്രം. അതിനുവേണ്ടി നമ്മൾ സോഡ ചേർക്കും. സോഡ, ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ്. എ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് കോൾഡ് മിൽക്ക് ഓഫ് ലൈം. നമ്മൾ അതിന് വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ മിൽക്ക് ഓഫ് ലൈം എന്ന് വിളിക്കും. സോഡ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സോഡ ലൈം എന്ന് വിളിക്കും. ഓക്കെ. ഇത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ക്ലിയർ സൊല്യൂഷൻ കിട്ടും. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട്, വളരെ കുറച്ചേ ഡിസോൾവ് ചെയ്യുള്ളൂ. ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് കളറില്ലാത്ത ആ ഫിൽട്രേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ ലൈം വാട്ടർ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെ പേരാണ്? ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ചേർത്തിട്ടാണ് എങ്കിൽ നമ്മൾ അതിനെ സോഡ ലൈം എന്ന് വിളിക്കും. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് ഒരു മിൽക്കി കളറിൽ നിൽക്കുന്നത് ഉള്ള രൂപത്തിലാണെങ്കിൽ അതിനെ മിൽക്ക് ഓഫ് ലൈം എന്ന് വിളിക്കും. അതുകൊണ്ടാണ് അതിനെ മിൽക്ക് എന്നുള്ള പേര്. ഈ മിൽക്ക് ഓഫ് ലൈം ഫിൽട്ടർ ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലൈം വാട്ടർ എന്ന് വിളിക്കും. ലൈം വാട്ടർ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് പറയാം. അടുത്തതിന്റെ പ്രോപ്പർട്ടിയാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O. കാൽസ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റും H2O. ഓക്കെ. കാൽസ്യം കാർബണേറ്റും H2O. ഈ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോഴാണ് തിരിച്ച് ഇത് എന്താവുന്നത്? കാൽസ്യം ഓക്സൈഡ് ആവുന്നത്. പിന്നെ നമ്മൾ അതിൽ ജലം ചേർക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നത്. അപ്പൊ റിവേഴ്സിബിൾ ആയിട്ടും പറയാം. ഓക്കെ. ഇത് നമ്മൾ കൂടുതൽ നേരം കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ പാസിംഗ് എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് through this solution, continuously passing carbon dioxide, the precipitate dissolve to form calcium hydrogen carbonate. കുറേ നേരം കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഉണ്ടായ കാൽസ്യം കാർബണേറ്റ് അങ്ങ് ഡിസോൾവ് ചെയ്യും. കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും. കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഈ ലൈം വാട്ടറിലൂടെ, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഏത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നന്നായിട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുന്ന ക്ലിയർ സൊല്യൂഷൻ. അതിൽ പേരിന് കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ചേർത്ത് കഴിഞ്ഞാൽ ബേസിക് ആയി ആ സൊല്യൂഷനാണ് നമ്മൾ ലൈം വാട്ടർ ആയിട്ട് പറയുന്നത്. അതിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യാം. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിൽക്കി കളർ കിട്ടും. പക്ഷെ തുടർച്ചയായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാലോ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. പക്ഷെ അത് മിൽക്കി ആവില്ല, അത് ഡിക്ലറൈസ് ചെയ്യും. അതിന് കാരണം തുടർച്ചയായി കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. Calcium bicarbonate is more soluble than calcium carbonate. So bicarbonates are more soluble than carbonates. അത് ഇവിടെ വന്നിരിക്കും. ഓക്കെ. അടുത്ത നമ്മൾ പറയുന്നത് മിൽക്ക് ഓഫ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ. മിൽക്ക് ഓഫ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈപ്പോക്ലോറൈറ്റ്. ബ്ലീച്ചിങ് പൗഡറിന്റെ ഒരു മെയിൻ കമ്പണന്റ് ആണ് ഹൈപ്പോക്ലോറൈറ്റ്. ഹൈപ്പോക്ലോറൈറ്റുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തറ തുടയ്ക്കാനും ഇതൊക്കെ ഈ വൈറസിനെ കില്ല് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ കോൺസ്റ്റന്റ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ. എന്താണ് അതിന്റെ ഫോർമുല? അതിന്റെ ഫോർമുല ഇപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, മിൽക്ക് ഓഫ് ലൈം ആണല്ലോ യൂസ് ചെയ്യുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 പ്ലസ് ക്ലോറിൻ പാസ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? CaCl2 പ്ലസ് കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും. കാൽസ്യം CaOCl2 ഓക്സിക്ലോറൈഡ് ഉണ്ടാവും. അതാണ് ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. OCl2. ഈ OCl2 എന്ന് പറയുന്നത് OCl ഒരു അയോൺ ആണ്, OCl മൈനസ് അയോൺ ആണ്, ഓക്സിക്ലോറൈഡ് അയോൺ പ്ലസ് H2O. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ബ്ലീച്ചിങ് പൗഡർ ആവുക. അപ്പൊ ഈ ബ്ലീച്ചിങ് പൗഡറിൽ ഏതൊക്കെ അയോണുകൾ ഉണ്ടെന്ന് വെച്ചാൽ കാൽസ്യം അയോൺ ഈസ് ദ, ക്ലോറൈഡ് അയോൺ ഈസ് ദ, OCl മൈനസ് അയോൺ ഈസ് ദ. Okay, so these are
the components in bleaching powder. Next is uses. ഇതിന്റെ uses. ഇത് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ദിസ് ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. നമ്മളെ പിന്നെ ഒരു ഡാം, മുല്ലപ്പെരിയാർ ഡാം കേട്ടില്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചുണ്ണാമ്പ് കൊണ്ടാണ്. അവരത് വേറെ ചില സാധനങ്ങളായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് അവിടെ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മോർട്ടാർ. മോർട്ടാർ ഇങ്ങനെ ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ. പിന്നെ ലൈം വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാബിലൊക്കെ ലൈം വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ഒക്കെ അറിയാൻ ലൈം വാട്ടർ ആവശ്യം. കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ലൈം വാട്ടർ ടേൺസ് മിൽക്കി, കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. അങ്ങനെ പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. പണ്ട് ആദ്യകാലങ്ങളൊക്കെ വൈറ്റ് വാഷിന് വേണ്ടിയിട്ട് ഈ മിൽക്ക് ഓഫ് ലൈം യൂസ് ചെയ്തിരുന്നു. മിൽക്ക് ഓഫ് ലൈം, സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് നോൺ ആസ് മിൽക്ക് ഓഫ് ലൈം. അതായത് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ അങ്ങോട്ട് നന്നായിട്ട് ചേർക്കുക, അപ്പോൾ ഒരു സസ്പെൻഷൻ കിട്ടും, ഒരു സെമി ലിക്വിഡ് ആയിട്ട് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മിൽക്ക് ഓഫ് ലൈം എന്ന് പറയാ. ഇത് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി, ചുമരിലൊക്കെ വൈറ്റ് വാഷ് ചെയ്യില്ലേ, പെയിന്റ് അടിക്കില്ലേ, അന്ന് ആദ്യകാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നു. ഓക്കെ. പിന്നെ ഷുഗർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വ്യത്യസ്ത ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലേക്കഡ് ലൈം യൂസ് ചെയ്യുന്നത്. അടുത്തത് കാൽസ്യം കാർബണേറ്റ്. ആക്ച്വലി നമ്മൾ ഈ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം തുടങ്ങിയത് കാൽസ്യം കാർബണേറ്റിൽ നിന്നായിരുന്നു. ലൈം സ്റ്റോൺ 1270 കെൽവിനിൽ ഹീറ്റ് ചെയ്തിട്ടാണ് കാൽസ്യം ഓക്സൈഡ് ഉണ്ടായത്. ആ കാൽസ്യം ഓക്സൈഡിൽ H2O ചേർത്തിട്ടാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായത്, സ്ലേക്കഡ് ലൈം ഉണ്ടായത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ തിരിച്ച് കാൽസ്യം കാർബണേറ്റിലേക്ക് വരിക. കാൽസ്യം കാർബണേറ്റ് occurs in nature in several forms like limestone, chalk, marble, etc. ഇത് പ്രകൃതിയിൽ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ്. ചോക്ക്, ബോർഡിൽ ഉപയോഗിക്കുന്ന ചോക്ക്, ലൈംസ്റ്റോൺ. അപ്പൊ ഇതെല്ലാം കാൽസ്യം കാർബണേറ്റിന്റെ നേച്ചുറൽ ഡിപ്പോസിറ്റ്സ് ആണ്. റൈറ്റ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നമുക്ക് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യാം. എന്താണ് സ്ലേക്കഡ് ലൈം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ CaOH twice plus CO2 gives CaCO3. Okay. Another example is calcium chloride plus sodium carbonate gives. ഈ എക്സാമ്പിൾ നമ്മൾ എവിടെ സോഫ്റ്റനിങ് ഓഫ് വാട്ടറിൽ കണ്ടതാണ്. അപ്പൊ കാൽസ്യം കാർബണേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവും. ഓക്കെ. സോ ദീസ് ആർ ദ ടു മെത്തേഡ്സ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ, കാൽസ്യം കാർബണേറ്റ് ഒരു വൈറ്റ് ഫ്ലഫി പൗഡറാണ്, സ്മൂത്ത് ആയിട്ടുള്ള, വളരെ തൊട്ട് കഴിഞ്ഞാൽ ഒരു നമ്മള് പിന്നെ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ പോലെ. ഓക്കെ. ഇറ്റ്സ് എ വൈറ്റ് ഫ്ലഫി പൗഡർ. വാട്ടറിൽ ആൾമോസ്റ്റ് ഇൻസോളബിൾ ആണ്. ഇത് സോളബിൾ ആയിരുന്നുവെങ്കിൽ നമ്മൾ തറയിൽ മാർബിൾ ഇടില്ലായിരുന്നു എന്ന് വെറുതെ ഓർത്താൽ മതി. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തറ നമ്മൾ എല്ലാ ദിവസവും തുടയ്ക്കുമ്പോൾ അത് അങ്ങനെ തെഞ്ഞ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇൻസോളബിൾ ഇൻ വാട്ടർ. 1200 കെൽവിൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമ്മൾ ആദ്യം പഠിച്ചു, കാൽസ്യം കാർബണേറ്റ് ഓൺ ഹീറ്റിംഗ് യൂസ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാക്കാൻ പറ്റില്ല. പക്ഷെ ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, it react with acids to form corresponding salts by the liberation of carbon dioxide. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് ഇവോൾവ് ചെയ്ത് പോവായിരുന്നു. മാർബിൾ തറയിലൊക്കെ ഈ ചെറുനാരങ്ങയുടെ പീസൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ള കളറാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ സ്റ്റെയിൻ ആവുമല്ല ആക്ച്വലി. അത് അവിടുന്ന് ആ റിയാക്ഷൻ നടന്ന് അവിടെ ഒരു സോൾട്ട് ഫോം ചെയ്യാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ അസിറ്റിക് ആസിഡ് പോലത്തെ ആസിഡ്സ് വീട്ടിലുണ്ടല്ലോ, മോര്, തൈര്, ഇതൊക്കെ ആസിഡ്സ് ആണ്. പുളി, ഇതൊക്കെ തറയിൽ വീണ് കഴിഞ്ഞാൽ, ഈ മാർബിൾ പോലത്തെ തറയിൽ വീണ് കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റെയിൻ വരാനുള്ള കാരണം ഇതാണ്. എന്താണ്? റിയാക്ഷൻ വിത്ത് ആസിഡ്. HCl കാൽസ്യം ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് CO2, H2SO4 കാൽസ്യം സൾഫേറ്റ് പ്ലസ് H2O പ്ലസ് CO2. അപ്പൊ ഏത് ആസിഡ് ആണോ വീണത്, അല്ലെങ്കിൽ ഏത് ആസിഡ് ആണോ ഉപയോഗിച്ചത്, അതിന്റെ കറസ്പോണ്ടിങ് സാൾട്ട് ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞോ? ഇല്ലേ? ക്വിക്ക് ലൈം ഉണ്ടാക്കാം.
അതാണല്ലോ നമ്മളിപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്വിക്ക് ലൈം. ഇതൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്, ഇൻ ദ ഫോം ഓഫ് മാർബിൾ. ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ക്വിക്ക് ലൈം ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്, കാരണം അത് വാട്ടറുമായി ചേർന്നിട്ട് നമ്മൾ സ്ലേക്കഡ് ലൈം ഉണ്ടായിട്ട് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോർ മാനുഫാക്ചർ ഓഫ് ക്വിക്ക് ലൈം. കാൽസ്യം കാർബണേറ്റ് along with magnesium carbonate is used as a flux in metallurgy. ഫ്ലക്സ്, സ്ലാഗ് ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച ലോഹ സംസ്കരണത്തിൽ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലക്സ്. പിന്നെ especially precipitated calcium carbonate is extensively used in the manufacture of paper. നേരത്തെ സോഡിയം കാർബണേറ്റ് ചേർത്ത് പേപ്പർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ പോലെ കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടും പേപ്പർ ഉണ്ടാക്കാം. ഫോർ ദി ക്വാളിറ്റി പേപ്പറിന്റെ നല്ല ക്വാളിറ്റി പേപ്പർ ഉണ്ടാക്കാം. പിന്നെ ഇതൊരു അന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആദ്യകാലങ്ങളിൽ. ഇപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല, നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് അന്റാസിഡ്? ഗ്യാസ് ഉണ്ടാവുമ്പോൾ കഴിക്കാൻ. ഇത് ബേസിക് ആയതുകൊണ്ട്, സ്ലൈറ്റ്ലി ബേസിക് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ആസിഡിനെ നിർവീര്യമാക്കും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇപ്പൊ നമുക്ക് അഡ്വാൻസ്ഡ് മെഡിസിൻസ് ഉണ്ടാവുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാറില്ല. പിന്നെ പേസ്റ്റിലൊക്കെ ഇതിന് കുറച്ചൊരു ഒരം ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. ഒരം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചെറിയൊരു അബ്രസീവ് നേച്ചർ. സോ ഡ്യൂ ടു ദിസ് മൈൽഡ് അബ്രസീവ് നേച്ചർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടൂത്ത് പേസ്റ്റ്. Moreover, it is used as a filler in toothpaste. ടൂത്ത്പേസ്റ്റിൽ ഫില്ലർ ആയിട്ട്. ഓക്കെ, അതേപോലെ സോപ്പുകളിലൊക്കെ ഫില്ലർ ആയിട്ട് അത്രയും എമൗണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ചുയിങ്കം, കോൺസ്റ്റന്റ് ഓഫ് ചുയിങ്കം, ചില കോസ്മെറ്റിക്കുകൾ, പൗഡേഴ്സ് അല്ലേ, മുഖത്തിടുന്ന പൗഡർ അല്ലേ, ഇതിലൊക്കെ നമ്മൾ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കും. പൊടിയായിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കാൽസ്യം കാർബണേറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂസസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ 2-3 ഓർത്തിരിക്കും. അടുത്തത് നമ്മൾ കാൽസ്യത്തിന്റെ വേറെ ഒന്നാണ് കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റ് കൂട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാൽസ്യം സൾഫേറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കാൻ വഴിയില്ല. കാരണം ഇത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കൈ ഒടിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഇല്ലേ, കയ്യാനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സാധനം കാൽസ്യം സൾഫേറ്റ് ആണ്. അപ്പൊ അത് കാണാതിരിക്കാൻ വഴിയില്ല. മാത്രമല്ല ചെറിയ ഈ റോഡ് സൈഡിലൊക്കെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി, മോൾഡ് ചെയ്തിട്ട് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ ഉണ്ട്, പാവക്കുട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ച്. അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, അതേപോലെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന, ഇന്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് വൈഡ്ലി നോ, വ്യാപകമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ അതിന്റെ പ്രിപ്പറേഷനിലേക്ക്, കാൽസ്യം സൾഫേറ്റ് CaSO4. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ ഇത് CaSO4 ½ എന്ന് എഴുതും. CaSO4 ½ ഈ ½ എഴുതുന്നതിൽ ഒരു ഭംഗികേടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ½ ഫുൾ H2 ആക്കാൻ വേണ്ടി കാൽസ്യം സൾഫേറ്റ് 2 എന്ന് കൊടുക്കും. കാൽസ്യം സൾഫേറ്റ് 2 എന്ന് കൊടുക്കും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് എഴുതാമെന്നർത്ഥം. ഓക്കെ, അപ്പൊ 2 CaSO4 H2O എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ CaSO4 ½ എന്ന് എഴുതിയാലും. റൈറ്റ്, ഇത് ജിപ്സത്തിൽ നിന്നാണ് ഉണ്ടാക്കുക. ജിപ്സം, ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്. ഇറ്റ് ഈസ് ഡൈഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്. CaSO4 2H2O. ഈ CaSO4 2H2O നമ്മൾ അതിൽ നിന്ന് 1.5 വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്തിട്ട് ½ H2O ആക്കുന്നത്. അപ്പോൾ വാട്ടർ റിമൂവ് ചെയ്യാൻ ഹീറ്റ് ചെയ്യണം. സോ ഓൺ ഹീറ്റിംഗ് കാൽസ്യം സൾഫേറ്റ് 2H2O, ജിപ്സം, ഓക്കെ, ടു അബൌട്ട് 393 കെൽവിൻ, 393 കെൽവിൻ. അതൊരു ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ, 393 കെൽവിൻ. ഇതിൽ നിന്ന് ഈ പറഞ്ഞ 1.5 വാട്ടർ മോളിക്യൂൾ പോകും. അല്ലെങ്കിൽ നമുക്ക് 2 CaSO4 H2O എന്ന് എഴുതിയാലും മതി എന്ന് പറഞ്ഞു. ആ 2 എന്നുള്ളത് കാൽസ്യം സൾഫേറ്റിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. Okay, so CaSO4 ½ H2O is formed. It is known as plaster of Paris. So plaster of Paris is obtained by heating gypsum to 393 Kelvin. Above 393 Kelvin, no water of crystallization is left. എല്ലാ H2O molecules ആയിരുന്നു പോകും above this temperature. Okay, and that become anhydrous. അതിലിപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഒന്നുമില്ല. അൺഹൈഡ്രസ്, അതാണ് വാട്ടർ മോളിക്യൂൾ ഇല്ലെന്ന് കാണിക്കാൻ അൺഹൈഡ്രസ്, ഉണ്ടെന്ന് കാണിക്കാൻ അൺഹൈഡ്രസ്, ഹൈഡ്രേറ്റഡ് എന്ന് പറയും. വെറും CaSO4 മാത്രമാവും. അതിനെ നമ്മൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നാണ് പറയുക. ഡെഡ് എന്ന് പറഞ്ഞാൽ ചത്തത്, ബേൺഡ് എന്ന് പറഞ്ഞാൽ കരിച്ച് ചത്തത് എന്ന് പറയും. ഓക്കെ, പ്ലാസ്റ്റർ, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഡെഡ് ബേൺഡ് പ്ലാസ്റ്ററിൽ പിന്നെ എന്തില്ല? H2O മോളിക്യൂൾസ് ഇല്ല. അപ്പൊ അത് നമ്മൾ ഇതിന്റെ ഒപ്പം ഒന്ന് ഓർത്തിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളവുമായിട്ട് ചേർത്താൽ
അതായത് CaSO4 ഹാഫ് H2O വെള്ളവുമായിട്ട് ചേർത്താൽ അതൊരു പേസ്റ്റ് ആവും. ഒരു സെമി പേസ്റ്റ് ആക്കി നമുക്ക് ഉണ്ടാക്കാം. വാങ്ങാൻ കിട്ടും പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് വാങ്ങിയിട്ട് നമ്മൾ ഇതിന് ശാസ്ത്രമേളയ്ക്കൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വർക്ക് ചെയ്യാനുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. പിന്നെ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു ഹാർഡ് ആയിട്ടുള്ള മാസ് ആവും. വിച്ച് സെറ്റ് ടു എ ഹാർഡ് മാസ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വളരെ ചെറിയൊരു ഒരു സ്റ്റിക്കി മാറ്റർ ആക്കി മാറ്റി കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതെന്താവും, അത് ഒരു ഹാർഡ് മാസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുക. സെറ്റിംഗ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സെറ്റ് ചെയ്യുന്നത് ഇത് 2H2O ആയിട്ട് മാറുകയാണ്. ഹാഫ് H2O എന്നുള്ളത് 2H2O ആയിട്ട് മാറുകയാണ്. അതായത് ജിപ്സത്തിന്റെ ആ ഫോർമുലയ്ക്ക് മാറുകയാണ്. ഇറ്റ് ടേക്സ് അപ്പ് വാട്ടർ ആൻഡ് ഫോംസ് കാൽസ്യം സൾഫേറ്റ് 2H2O. അതാണ് അതിന് കാരണം. സെറ്റിംഗ് മനസ്സിലായില്ലേ? ഇതിന്റെ ഏറ്റവും പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സീലിംഗും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഈ ബോൺ ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ, സ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് പിന്നെ അത് അനങ്ങരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ചെയ്യും എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പേര് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ പല്ല് കെട്ടിക്കാനൊക്കെ പോയ ആൾക്കാർക്ക് മനസ്സിലാവും. പല്ല് കെട്ടിക്കാൻ പോയ പല്ലില് ഈ ഇതിടില്ലേ, ക്ലിപ്പ് ഇടുന്നവർക്ക്, അവിടെ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ഒരു സാധനത്തിന്റെ മുകളിൽ നമ്മുടെ പല്ലിന്റെ ഷേപ്പ് ഒന്ന് മോൾഡ് ചെയ്തെടുക്കും. ഡെന്റിസ്ട്രി എന്ന് പറയും. ഇറ്റ് ഈസ് എംപ്ലോയിഡ് ഇൻ ഡെന്റിസ്ട്രി. പല്ലിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മോൾഡ് ചെയ്യാൻ. പിന്നെ ഓർണമെന്റൽ വർക്കിൽ, ഡെക്കറേറ്റീവ് വർക്കുകൾ, ഓർണമെന്റ്സിന്റെ വർക്കുകളിൽ, സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മോൾഡ് ചെയ്യും. സ്റ്റാച്യൂസ് മോൾഡ് ചെയ്യാൻ വേണ്ടി. പോട്ടറി ആൻഡ് സെറാമിക് വർക്കുകൾ. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗങ്ങൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പറയാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് ആയാലും ജിപ്സം ആയാലും നമ്മൾ ഈ പേരിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ കാൽസ്യം സൾഫേറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ബ്രോക്കൺ ആൻഡ് ഫ്രാക്ചർ ബോൺസ്. That is used as plaster of Paris. Making statues, models, decorative materials, etc. Producing molds for industries like pottery and ceramic moldകൾ ക്രിയേറ്റ് ചെയ്യാൻ. In dentistry and ornamental work. Okay. അടുത്തത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാൽസ്യം കോമ്പൗണ്ട് ആണ് സിമെന്റ്. സിമെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ. ഇത് ജോസഫ് ആസ്പിഡിൻ എന്നു പേരുള്ള ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചാണ്. ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാറയുടെ ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇറ്റ് റിസംബിൾസ് ദ നേച്ചുറൽ ലൈം സ്റ്റോൺ ക്വാറിഡ് ഇൻ ദ ഐലൻഡ് ഓഫ് പോർട്ട്ലാൻഡ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് വിളിക്കും. അതിന്റെ ആ ഒരു സിമിലാരിറ്റി കൊണ്ട് പറയുന്നുള്ളൂ. 1824 ജോസഫ് ആസ്പിഡിൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ എത്ര വർഷമായി? 200 വർഷമായി. ഈ 200 വർഷം കൊണ്ട് നമ്മുടെ ബിൽഡിംഗ് ഇൻഡസ്ട്രി മൊത്തം മാറി. നമ്മുടെ നിർമ്മാണ പ്രക്രിയ തന്നെ മാറി. ഇപ്പൊ നമ്മൾ സിമെന്റ് ഉപയോഗിക്കാത്ത ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നില്ല. അതിനു മുമ്പ് സിമെന്റ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കും ഇല്ലെന്ന് ഓർക്കണം. മനസ്സിലായില്ലേ? നമ്മളെ മുല്ലപ്പെരിയാർ 100 വർഷം കഴിഞ്ഞു, അന്ന് പോലും അവിടെ സിമെന്റ് ഉപയോഗിച്ചില്ല. അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ചുണ്ണാമ്പാണ്. ഓക്കെ, അപ്പൊ അത് ഓർക്കണം. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിമെന്റ് നൗ. എന്താണ് സിമെന്റ്? വാട്ട് ഈസ് സിമെന്റ്? സിമെന്റിന്റെ ഒരു ഹിസ്റ്ററി ആട്ടോ നേരത്തെ പറഞ്ഞത്. ഇനി വാട്ട് ഈസ് സിമെന്റ്? Cement is a finely ground mixture of calcium and aluminum silicates along with the small quantities of gypsum. That is cement. Cement എന്ന് പറഞ്ഞാൽ കാൽസ്യം അലൂമിനിയം സിലിക്കേറ്റ്സ് ആണ്. അപ്പൊ അവയുടെ കോമ്പൗണ്ട്സ്, അവയുടെ പിന്നെ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടിച്ച് എടുക്കുന്ന സാധനമാണ് സിമെന്റ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കാൽസ്യം ആൻഡ് അലൂമിനിയം സിലിക്കേറ്റ് പ്ലസ് ജിപ്സം. ജിപ്സം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് used to adjust the setting time, which sets to hard mass when reacted with the water. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് സെറ്റ് ആവും. അതിനാണ് സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. എല്ലാ സമയത്ത് നമ്മൾ ക്യൂറിംഗ് ടൈം എന്ന് പറയും. അപ്പൊ ഇതിൽ ഈ സെറ്റിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിപ്സം യൂസ് ചെയ്യുന്നത്. സോ യു ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വൺ. ജിപ്സം ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ സെറ്റിംഗ് ടൈം. ഓക്കെ. Cement is a product obtained by combining a material rich in lime, calcium oxide, with other materials such as clay, which contain silica, along with aluminum oxide, iron oxide, magnesium oxide, etc.
നന്നായിട്ട് ഹീറ്റ് ചെയ്ത് പൊടിച്ചാൽ നമുക്ക് സിമെന്റ് ആയി. സിമെന്റ് എന്ന് പറയുന്നത് ചുണ്ണാമ്പും മണലും അല്ലെങ്കിൽ മണ്ണും, അതിലെന്തുണ്ടാവും? ക്ലേ മണ്ണ്, വിച്ച് കണ്ടെയ്ൻ സിലിക്ക, SiO2, അലൂമിനിയം ഓക്സൈഡ്, അയേൺ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. ഇതൊക്കെയാണ് ഇവയുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, നിർമ്മാണ വസ്തുക്കൾ. ഓക്കെ, ഇപ്പൊ ലൈമും ക്ലേയുമാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ. അത് നന്നായിട്ട് ചൂടാക്കുക. ദേ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ഫോം സിമെന്റ് ക്ലിങ്കർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് സിമെന്റ് ക്ലിങ്കർ. സിമെന്റ് ക്ലിങ്കർ. ഈ ക്ലിങ്കർ ജിപ്സവുമായി മിക്സ് ചെയ്യാം. 2 to 3% by weight of gypsum. What is gypsum? Calcium sulfate 2H2O. അപ്പോൾ നമുക്ക് സിമെന്റ് കിട്ടും. We have different grades of cement that is based on this percentage of gypsum. Okay, important ingredient of Portland cement are dicalcium sulfate, tricalcium sulfate, tricalcium aluminate. ഓർക്കുക, 3 പേര് ജസ്റ്റ് അങ്ങോട്ട് ഓർത്താൽ മതി. Dicalcium and tricalcium silicates. Calcium silicates are there, calcium aluminates are there. അങ്ങനെ ഓർത്താലും മതി. കാൽസ്യം സിലിക്കേറ്റ്സ് ആൻഡ് കാൽസ്യം അലൂമിനേറ്റ്സ്. ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈകാൽസ്യം അലൂമിനേറ്റ്. പെർസെന്റേജിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഈ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. റൈറ്റ്. അടുത്തത് സിമെന്റിന്റെ യൂസ്. സിമെന്റ് യൂസ് പറയുന്നതിന് മുമ്പ് ഞാൻ സെറ്റിങ്ങിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സിമെന്റ് പ്ലസ് വാട്ടർ. ഇതൊരു ഹൈഡ്രേഷൻ പ്രോസസ് ആണ്. ഹൈഡ്രേഷൻ, വെള്ളം ചേർക്കാതെ ഇത് സെറ്റ് ആവില്ല, അല്ലെ? മാത്രമല്ല ഇത് ഹാർഡ് മാസ് ആയതിനു ശേഷവും നമ്മൾ കുറെ കാലം വെള്ളം നിർത്താറുണ്ട്, ആ ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ഹൈഡ്രേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെന്റ്. ഹൈഡ്രേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെന്റ്. മനസ്സിലായില്ലേ? അതാണ് സെറ്റിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. What is the purpose of gypsum? Gypsum is slow down the process of setting in the cement. Slow down the process of setting cement so that it gets sufficient time to harden. സമയം കിട്ടും, വേണ്ടത്ര സമയം കിട്ടും. പെട്ടെന്ന് ഹാർഡായി കഴിഞ്ഞാൽ അത് വേണ്ടത്ര സമയത്തിൽ സെറ്റ് ആവില്ല. അപ്പൊ വേണ്ടത്ര സമയം കൊടുത്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. റൈറ്റ്. എല്ലാ സ്ഥലത്തും ഒരേ സമയത്തിൽ സെറ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഉദാഹരണത്തിന് നല്ല ഡ്രൈ കണ്ടീഷനിലുള്ള മരുഭൂമികളിലൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല ഹീറ്റ്, നല്ല ഹോട്ട് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് സെറ്റായി പോകും, പെട്ടെന്ന് ഡ്രൈ ആയി പോകും. നമുക്ക് സിമെന്റിന്റെ മുകളിൽ പണിയെടുക്കാൻ കഴിയില്ല. അപ്പൊ അതിന് സമയം വേണം. അപ്പൊ സെറ്റിംഗ് കുറച്ച് അധികം സമയം എടുക്കാം. എന്നാൽ അതുപോലെയല്ല, നമ്മൾ വെള്ളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന, വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന, പുഴയിൽ പാലം കെട്ടുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടണം. കാരണം എന്താ? അവിടെ ഇത്രയും സമയത്ത് നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പൊ സെറ്റിംഗ് ടൈം നമുക്ക് ഡിഫറെന്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദാറ്റ് സെറ്റിംഗ് ടൈം ജിപ്സം. യൂസസ്: കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പൊക്കെ കമ്പികളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റും മെറ്റൽസും ചില്ലി പോലത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കോൺക്രീറ്റ്. ഓക്കെ. പിന്നെ പ്ലാസ്റ്ററിങ്, നമ്മൾ ചുമരിലൊക്കെ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിന് പ്ലാസ്റ്ററിങ് വാൾ എന്ന് പറയാം. ഓക്കെ. പിന്നെ ബ്രിഡ്ജ്, ഡാംസ്, ബിൽഡിങ്സ്. അപ്പോൾ മെയിൻലി ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. We are going to the last portion, biological importance of calcium and magnesium. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മാഗ്നീഷ്യം ആൻഡ് കാൽസ്യം. ഒരു അഡൽട്ട് ബോഡിയിൽ, പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ 25 ഗ്രാം മാഗ്നീഷ്യവും 1200 ഗ്രാം കാൽസ്യവും 5 ഗ്രാംസ് അയേണും സെർട്ടൺ കോപ്പറും അതിലുണ്ട്, 0.06 ഗ്രാം കോപ്പർ. ഇവിടെ ശ്രദ്ധിക്കൂ, 1200 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.25 കിലോ ആയി കാൽസ്യം. എല്ലിന്റെ ഉറപ്പൊക്കെ അങ്ങനെയാണ്, പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കാൽസ്യത്തിന്റെ ഡിപ്പോസിറ്റ് കുറയുന്നു. കാൽസ്യം ഡിപ്പോസിറ്റ് ഉണ്ടാകുമ്പോഴേ ബലം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അതാണ് 1.25 കിലോ എന്ന് പറഞ്ഞത്. അത് അങ്ങനെ ഓർത്താൽ മതി. അതേഴ്സ് ആർ ഇൻ ഗ്രാംസ്, 25 ഗ്രാം, 5 ഗ്രാം, 0.06 ഗ്രാം, അങ്ങനെ. നമ്മുടെ ഡെയിലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 200 to 300 milligram. 200 to 300 milligram. The daily requirement the human body has been estimated to be 200 to 300.
All enzymes that utilize ATP in phosphate transfer require magnesium as the cofactor. ATP in phosphate transfer, ATP in adenosine triphosphate, that require magnesium as cofactor. Enzymes ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കോഫാക്ടർ. മഗ്നീഷ്യം ആവശ്യമാണ്. ഓക്കെ, ഈ മൂലകങ്ങളൊക്കെ എത്രമാത്രം എസെൻഷ്യൽ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. The main pigment in chlorophyll is magnesium. Without that magnesium, it cannot absorb light. Right? അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പല്ലുകളിലെ എല്ലുകളിലൊക്കെ 99% of calcium is present in bones and teeth. അല്ലേ? ഇതിനൊക്കെ കാൽസ്യം നമുക്ക് കിട്ടണം. പിന്നെ നമ്മുടെ ന്യൂറോമസ്കുലാർ ഫങ്ഷൻസ് അല്ലേ, നമ്മുടെ ന്യൂറോമസ്കുലാർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഞരമ്പും മസിലും തമ്മിലുള്ള ആ റിലേഷൻ നടക്കുന്നുണ്ടല്ലോ, മസിൽ ഫങ്ഷൻ ചെയ്യണല്ലോ. പിന്നെ ഇന്റർ ന്യൂറോണൽ ട്രാൻസ്മിഷൻ, ഞരമ്പുകളുടെ ഇടയ്ക്കുള്ള ഈ ട്രാൻസ്മിഷൻ, നെർവ് ട്രാൻസ്മിഷൻ, ബ്ലഡിന്റെ കൊയാഗുലേഷൻ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ certain hormones. The calcium concentration in plasma is regulated and maintained by calcitonin and parathyroid hormone. Calcitonin and parathyroid hormone. അപ്പൊ അതും കൂടി ഇതിൻ്റെ ഒപ്പം ഓർക്കുക. ഈ സംഭവങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ മാറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ബാലൻസ് ഇല്ലാതെയാവും. Do you know that bone is not an inert and unchanging substance? നമ്മുടെ എല്ലെന്ന് പറയുന്നത് ഒരു അൺചേഞ്ചിങ് ആയിട്ട് ഇങ്ങനെ സ്ഥിരമായി നിൽക്കുന്നൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇനേർട്ട് ആൻഡ് അൺചേഞ്ചിങ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ബീങ് സ്റ്റെബിലൈസ്ഡ് ആൻഡ് റീഡിപ്പോസിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 400 milligram per day. ഒരു ദിവസം ഒരു 400 milligram ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 400 milligrams, 1 കിലോയിൽ 400 milligrams ഒരു വലിയ ശതമാനമാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇത്രയും കാൽസ്യം നമ്മൾ ശരീരത്തിൽ കൊടുത്തേ പറ്റും. All this calcium passes through the plasma, blood plasma. പ്ലാസ്മയിലൂടെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഗിവ് ദീസ് അയോൺസ് ത്രൂ ഡയറ്റ്. ഭക്ഷണത്തിലൂടെ ഈ വ്യത്യസ്ത അയോണുകൾ നമ്മൾ കൊടുത്തേ പറ്റും. ഇപ്പോൾ ഒരു ചില പ്രത്യേക ഫുഡുകൾ മാത്രം കഴിച്ചുകൊണ്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. നമ്മൾ വ്യത്യസ്ത തരം ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ അയോണിക് ബാലൻസുകൾ കീപ്പ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം. റൈറ്റ്. ഓക്കെ.